ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയത്. ഇടയിൽ വെച്ചിട്ട് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം ടിപ്സ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ടിപ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾ എന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ വാഴയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുള്ള ഭക്ഷണം ഈ വാഴയിലയിൽ കഴിക്കുന്നത് മൂലം ബി പി, ഷുഗർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, ക്യാൻസർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വെറുതെ വാഴയിലയിൽ നമ്മൾ തണുത്ത ചോറ് പൊതിഞ്ഞ് കഴിച്ചുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ നല്ല ചൂടുള്ള ഫുഡ് നമ്മൾ വാഴയിലയിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ അതിനോട് കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ഇതുപോലെ വാഴയുടെ നാരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് നാരുകൾ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളുടെ നൂല് കൊണ്ടും അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് കൊണ്ടൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഴനാര് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് കാണുന്നത് പോലെ ഇല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഏകദേശം ഇത്രയും നാരുകൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാഴനാരൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ട്ടോ ഓർമ്മ വരുന്നത്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മുല്ലമൊട്ടൊക്കെ പറിച്ച് ഇതുപോലെ വാഴനാര് ഉപയോഗിച്ച് കോർത്ത് വെക്കാറുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ മഞ്ഞിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മൊട്ടുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് എടുത്തിട്ട് തലയിൽ ചൂടിയിട്ട് പോകും. അപ്പോൾ അതാണ് കേട്ടോ എനിക്കിവിടെ ഓർമ്മ വന്നത്. നമ്മൾ നൂല് വെച്ചൊക്കെ പൂവ് കെട്ടുന്ന സമയത്ത് ചില സമയത്ത് പൂവൊക്കെ പൊട്ടിപ്പോവാറുണ്ടല്ലേ. എന്നാൽ ഈ ഒരു വാഴനാര് ഉപയോഗിച്ച് എത്ര ടൈറ്റിൽ നമ്മൾ പൂവ് കോർത്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പൊട്ടാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് പെട്ടെന്നൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പൂ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ബാക്കി ആവാറുണ്ടല്ലേ. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ പാറ്റ പല്ലിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകുന്ന സമയത്ത് ഇതുപോലൊരു വാഴയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ കത്രികയുടെ മൂർച്ച കുറയുന്ന സമയത്ത് ഇതുപോലെ വാഴയില ജസ്റ്റ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മൂർച്ച നമുക്ക് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണിക്കാമ്പ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കട്ട്ലറ്റ് ആണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ എണ്ണിക്കാമ്പ് ജ്യൂസായിട്ടും അതുപോലെ തന്നെ തോരനായിട്ടും വെറുതെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ എണ്ണിക്കാമ്പ് വേവിച്ചെടുക്കുകയാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് വെള്ളം പോലെ ഉണ്ടാവും. എന്നാൽ ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അധികം എണ്ണയും കുടിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽസ് അതുപോലെ ചില പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയത്ത് അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇതുപോലെ വാഴയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിയൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ ബ്രെഡും അതുപോലെ തന്നെ പാലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു തുള്ളി പോലും അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പലഹാരം റെഡി ആയിട്ടുണ്ടല്ലേ. ബാക്കിയുള്ള കുറച്ച് മാവ് ഞാൻ ഈ പാത്രത്തിലും കൂടെ വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ വാഴയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നമ്മളെല്ലാവരും ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നാൽ എനിക്ക് ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ മസാല ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുന്ന ബിരിയാണി, അതിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ മസാലയും ചോറും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാഴയിലയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ദമ്മിട്ട് നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ മുകളിലുള്ള ചോറ് മാത്രമായിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് മസാല വേറെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ മീനൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല
അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഒട്ടും കരിഞ്ഞു പോകാതെയും അടിയിലൊന്നും പിടിക്കാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അടുത്തതായിട്ട് വാഴയിൽ വെച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ ഓർഗനൈസർ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലൊരു വാഴയിൽ 2 പീസസ് ആയിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതായിട്ടും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരേ ഭാഗത്തായിട്ട് ഇതുപോലെ 4 ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റാപ്ലർ വെച്ചിട്ട് ഞാനൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു പാത്രം പോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു മക്കളൊക്കെ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നിലത്തേക്കൊന്നും പോകാൻ നല്ല പെർഫെക്റ്റ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ 2 ഓർഗനൈസറും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മിഠായിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് കളിക്കുന്ന സമയത്ത് കുറച്ച് പൂവൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് വലിയ ഇല കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഇതുപോലുള്ള ബൗൾസ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തോരനൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മിക്സി ജാർ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അരിയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് ഒന്ന് അരിച്ചും കൂടെ ഇതിലേക്ക് കുറച്ച് തേങ്ങാവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളുടെ ചൂടുകുരു അല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ള സ്ഥലത്ത് തേച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് വാഴയിലെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടു കൂടി നല്ല ബലത്തോടു കൂടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു വേസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ചൂടുകുരു മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി തന്നെയാണ് ഇട്ടത്. അടുത്തതായിട്ട് വാഴയിലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഐസ് ക്യൂബ് ആണ് ട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ് ആ വാഴയില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയിട്ട് മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വിലയുയർന്ന ബ്യൂട്ടി ക്രീമുകളൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് ഗ്ലോ ആവാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ട് നന്നായിട്ട് കളർ വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഡയറക്റ്റായിട്ട് നമ്മളുടെ ഐസ് ക്യൂബ് നമ്മുടെ മുഖത്തിൽ വെച്ച് തേക്കരുത് കേട്ടോ. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ബ്യൂട്ടി ക്രീമിൽ അടങ്ങിയിട്ടുള്ള അലൻറ്റോയിൻ ധാരാളമായിട്ട് നമ്മുടെ വാഴയിലയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഗ്ലോ ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു വാഴയില ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ജിഞ്ചർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അന്നേരം എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. പൊണ്ണത്തടി മൂലം ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ നല്ല വയറ് ചാടിയവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് നമ്മുടെ വയറിലും അതുപോലെ തന്നെ വേദനയുള്ള ഭാഗത്തുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചാടിയ വയറൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് പുതിനയില ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വാഴയില ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ടൊന്ന് അരിച്ചും കൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അരമുറി നാരങ്ങാനീര് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ചു വരികയാണെങ്കിൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ തടയാനും അതുപോലെ തന്നെ അൾസർ, പ്രമേഹം, തടി കുറയ്ക്കാൻ, അസിഡിറ്റി, വയറിലെ അൾസർ അതുപോലെ തന്നെ കിഡ്നിയിലെ കല്ല്, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് പതിവായിട്ട് കുടിച്ചു നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം വാഴയില നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 വാഴയില ഞാൻ ഇതുപോലൊന്ന് റൗണ്ടായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2 ചുറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം വാഴയില തന്നെ ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള വാഴയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പഴുത്തതോ അല്ലെങ്കിൽ ഉണങ്ങിയതോ ആയിട്ടുള്ള ഇലയും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചൂലിൻ്റെ രൂപത്തിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാറാലക്കോൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കിച്ചൺ ഗ്രില്ലിലുള്ള മാറാലിയാണ് ഞാൻ തട്ടി കാണിക്കുന്നത്. കുറച്ച് വലിയ സ്റ്റിക്ക്
മാറാലയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉയരത്തിലുള്ള മാറാലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഞാനിവിടെ ഈ ഒരു മാറാലയൊക്കെ ഒന്ന് തട്ടി കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീനായി നമുക്കിവിടെ കിട്ടിയിരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ശിശിരങ്ങളായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ ചൂലോ കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് കുറച്ചധികം തന്നെ നമ്മൾ ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കുറച്ച് ദിവസം വെക്കുമ്പോൾ അത് നന്നായിട്ട് പുളിപ്പ് രസം വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ മാവ് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു വാഴക്കീര അതിലിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയായാലും നമ്മൾ എടുത്ത് വെച്ചതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഴയിലയുടെ ഇലയും പൂവും കായും അതുപോലെ തന്നെ തണ്ടും അതിൻ്റെ അടിയിലുള്ള കല്ലഭാഗം മൂത്രക്കല്ലിനൊക്കെ നല്ല ഔഷധ മരുന്നാണ് കേട്ടോ. അതുപോലെ വേരും എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് ബെനിഫിറ്റ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അടുത്തതായിട്ട് പുറത്തുള്ളവരൊക്കെ വാഴയില ഫ്രഷ് ആയിട്ട് കിട്ടാത്തവരായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ വാഴയിലൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. മാസങ്ങളോളം കേടാവാതെ എങ്ങനെ വാഴയില സൂക്ഷിക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ മുഴുവനായിട്ടും ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ടൊരു ന്യൂസ് പേപ്പറിൽ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വാഴനാര് ഉപയോഗിച്ച് ഞാൻ രണ്ട് സൈഡും കാറ്റൊന്നും പോകാത്ത രീതിയിലൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെടുത്ത വാഴയിലയുടെ ബാക്കി പോർഷൻ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ നല്ലൊരു വിഷറിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതിന്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒരു ബ്രഷ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ബ്രഷ് പോലെ ആക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുക. ദോശ അടിയിലൊന്നും മുട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വരും കേട്ടോ. അതിന്റെ അടിഭാഗം കേടാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുറിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കറികൾക്കൊക്കെ ഉപ്പ് കൂടി പോകുന്ന സമയത്ത് ഒരു വാഴക്കീരട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറച്ച് അധികം തന്നെ ഉപ്പുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഉപ്പുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വാഴയുടെ തണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വീശുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് വരും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു ടോയ് പോലെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് എണ്ണയാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇത് അമോണിയ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വാഴയിലെ ജ്യൂസ് കുറച്ച് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് ബ്ലാക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു മാസം വരെയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതുപോലെ നമുക്ക് വാഴയില ജ്യൂസിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല ഉള്ളോടുകൂടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വാഴയില ജ്യൂസ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ തലയിൽ തേക്കാനുള്ള പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും നല്ലൊരു നാച്ചുറൽ റെമഡി തന്നെയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബ്ലാക്ക് തന്നെ നമ്മൾ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആവാനും അതുപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ കുറച്ച് നരയുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൗഡർ മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചധികം നരയുള്ള മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാവും. 100% തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.